ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്ന സദ്യ സ്പെഷ്യൽ പിങ്ക് പാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാലട ഉണ്ടാക്കുവാനായി 200 ഗ്രാം ചെറിയ ടൈപ്പ് അടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം വെച്ചിരിക്കുന്ന അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം വൈറ്റ് ഷുഗർ വെച്ച് നമുക്കിത് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി കാരമലൈസ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഇതവിടെ മെൽറ്റായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള തിളപ്പിക്കാത്ത പാലാണ്. അതുകൊണ്ടാണ് പഞ്ചസാര വീണ്ടും അതുപോലെ കട്ടിയായിരിക്കുന്നത്. ഇതൊരു 2-3 മിനിറ്റിൽ വീണ്ടും മെൽറ്റാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അട കഴുകി റെഡിയാക്കി വയ്ക്കാം. നമ്മൾ അടച്ചു വെച്ചിരുന്ന അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അട നന്നായി കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പശ പോകുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പായസത്തിലിടുമ്പോൾ ഇതിനൊരു പച്ച ചുവ ഉണ്ടാവും. അട പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ചിലർ പാലടയ്ക്ക് ഏലക്കാപ്പൊടി ചേർക്കാറില്ല. പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് ഒന്നുകൂടി കുറുകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബായ്.